ഒരു കുഞ്ഞിന്റെ റൂമിൽ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പാരൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് അത് പരിശോധിക്കാം. ഹ്യൂമിഡിഫയർ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം. അപ്പൊ ആദ്യം എന്തിനാണ് ഈ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത്? നമ്മുടെ മുറിയിൽ ഹ്യൂമിഡിറ്റി കുറഞ്ഞു പോകുമ്പോൾ ഒന്ന് കൂട്ടാൻ വേണ്ടി, ആ ഒരു വെള്ളത്തിന്റെ അംശം ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഹ്യൂമിഡിറ്റി എപ്പോഴൊക്കെയാണ് കുറയുന്നത്? ഒരു AC ഇട്ട മുറിയിൽ ഹ്യൂമിഡിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ നല്ല തണുത്ത പ്രദേശം, വിന്റർ ഉള്ള തണുത്ത പ്രദേശത്ത് ഹ്യൂമിഡിറ്റി കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ചില കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഈ സ്കിന്നിൽ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ എക്സിമ ഒക്കെ ഉള്ള കുട്ടികൾക്ക്, ഡ്രൈ സ്കിൻ ഉള്ള കുട്ടികൾക്ക് ഹ്യൂമിഡിറ്റി കുറയുമ്പോൾ ഡ്രൈ സ്കിന്ന് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂക്കടപ്പൊക്കെ ഉള്ള സമയത്ത് ചെറിയ കുട്ടികൾക്ക് ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ ആ മൂക്കടപ്പ് സ്റ്റഫിനോസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം കുട്ടികൾക്കൊക്കെയാണ് ഈ ഹ്യൂമിഡിറ്റി കുറഞ്ഞു പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടിക്ക് ഒരു ഡ്രൈ സ്കിൻ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര എപ്പോഴും മൂക്കടഞ്ഞുകൊണ്ടാണ്, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികളുടെ പാരൻസിന് ഹ്യൂമിഡിഫയർ വാങ്ങിച്ചു വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നുള്ളൂ. അപ്പൊ അതിന് എന്ത് മനസ്സിലായി? ഹ്യൂമിഡിഫയർ ബേബീസിന്റെ മുറിയിൽ ഉപയോഗിക്കാം. ഇനി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് 2 ടൈപ്പ് ഓഫ് ഹ്യൂമിഡിഫയർ ഉണ്ട്. ഒന്ന്, ഉള്ളിൽ നിന്ന് തണുത്ത കാറ്റ് വരുന്നതും ചൂടുള്ള കാറ്റ് വരുന്നതും. അങ്ങനെ തണുത്ത കാറ്റ് വരുന്ന ഹ്യൂമിഡിഫയേഴ്സ് ആണ് കുട്ടികൾക്ക് വേണ്ടത്. ഇനി അങ്ങനെ ഹ്യൂമിഡിഫയർ വാങ്ങിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കുഞ്ഞ് കിടക്കുന്നതിന്റെ അടുത്ത് തന്നെയാണ് വെക്കേണ്ടത്. പക്ഷെ കുഞ്ഞിന് കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത, ഒരു 2-3 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ചെന്ന് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്ത് വേണം നിങ്ങൾ കൊണ്ടുവെക്കാൻ. മനസ്സിലായല്ലോ? അപ്പം അതാണ് ഹ്യൂമിഡിഫയറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. മറ്റൊരു കാര്യമുള്ളത്, ഈ ഹ്യൂമിഡിഫയർ പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ് ആഴ്ചയിലോ മറ്റോ അതിന്റെ മാനുഫാക്ചറർ പറയുന്ന രൂപത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള ക്ലീനിങ് നിങ്ങൾ ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്ന ഭാഗത്തൊക്കെ ഫംഗസ് വന്ന് കുട്ടികൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഡ്രൈ സ്കിന്നും അതുപോലെ എപ്പോഴും മൂക്കടഞ്ഞു പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു സഹായമായേക്കാം. എന്ന് കരുതി എല്ലാ കുട്ടികളും നാളെ പോയി ഹ്യൂമിഡിഫയർ വാങ്ങണമെന്നല്ല പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ, അങ്ങനെ പ്ലാനുള്ള പാരൻസിനെ സഹായിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ പാരന്റിങ്ങിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ ഈ ജേർണിയിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചോളൂ. ഓരോ 1.5 ദിവസം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തും.